അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? പൂമീൻ കറിയാണ് കേട്ടോ ഇത് പൂമീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അത് തേങ്ങയും മുളകും എല്ലാം കൂടി അരച്ച് മാങ്ങ ഇട്ട് വെച്ചതാണ് കേട്ടോ. അരപ്പൊക്കെ വാട്ടി വെച്ച കറിയാണ്. കുറുകുറാച്ചാറിൽ ഒന്ന് പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. പിന്നെ പൊന്നച്ചാറുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കൂർക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് അത് വാടിയിട്ടുണ്ട്. അല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ചതച്ച മുളക്, കൂർക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂർക്ക ഇവിടുത്തെ ഒരു ഫേവറേറ്റ് താരമാണ്. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ പച്ചക്കറി ഇതാണ്, കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കറിക്ക് മീൻ കിട്ടിയേക്കണത് പൂമീനാണ് കേട്ടോ. അപ്പോൾ മാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി. ഞാനപ്പോൾ ഇഞ്ചിയും ചുമന്നുള്ളിയും അരപ്പിൽ കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട്. അരപ്പിൽ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് ഇതിൽ കിടന്നൊന്ന് വാടട്ടെ. നമ്മുടെ അരപ്പൊക്കെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. ചാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കൂടി വെക്കാം, തിളക്കട്ടെ. അപ്പം നമ്മൾ നോക്കാട്ടോ, ചാറ് തിളച്ചാൽ നോക്കാം. ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോൾ അരപ്പിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. 2 ചെറിയ മാങ്ങയാണ്. ഒപ്പം മീനും പെറുക്കിയിട്ട് കൊടുക്കാം. ഇതാണ് മീൻ, 1/2 കിലോ മീനാണിത്.
മാങ്ങയും മീനും ഒപ്പം റെഡി ആവട്ടെ. നമുക്ക് കറി നോക്കാട്ടോ. നെയ്യൊക്കെ തിരിഞ്ഞു. അപ്പം മതി, കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച പൂമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിക്കാം. ഇപ്പോൾ ഒരു കഷ്ണം എടുക്കട്ടെ കേട്ടോ. മീൻ, ഒരു കഷ്ണം മീനും എൻ്റെ ചാറും ചോറിലൊഴിക്കട്ടെ കേട്ടോ. പിന്നെ കൂർക്കായാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്.